ബ്ലോട്ടിങ്ങിന്റെ അടുത്ത വേർഷനാണ് നോർത്തേൺ ബ്ലോട്ടിംഗ്. നോർത്തേൺ ബ്ലോട്ടിംഗ് ഡിവൈസ് ചെയ്തത് 1979 ആൽവിൻ എന്ന് പറയുന്ന സയന്റിസ്റ്റും അദ്ദേഹത്തിന്റെ കോ വർക്കേഴ്സും കൂടിയാണ്. സദേൺ ബ്ലോട്ടിംഗ് DNA ബ്ലോട്ട് ചെയ്യാനാണെങ്കിൽ നോർത്തേൺ ബ്ലോട്ടിംഗ് RNA ബ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ടെക്നിക്കൊക്കെ ഏറെക്കുറെ സെയിം തന്നെ. നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഒരു വേരിയന്റ് ഓഫ് സദേൺ ബ്ലോട്ടിംഗ് എന്ന് വിളിക്കാൻ പറ്റും. അപ്പോൾ when southern blotting is used for blotting DNA, this northern blotting is used for blotting RNA. പ്രിൻസിപ്പിൾസ് സ്റ്റെപ്സ് ഒക്കെ ഏറെക്കുറെ സെയിം തന്നെ. അതായത് ആദ്യം തന്നെ ഈ RNA ഇപ്പൊ DNA സെപ്പറേറ്റ് ചെയ്ത പോലെ തന്നെ RNA-നെയും ഇലക്ട്രോഫോററ്റിക്കലി സെപ്പറേറ്റ് ചെയ്യും. ഡീനേച്ചറിങ് ജെൽ ഉപയോഗിച്ചിട്ട് RNA-നെ ഇലക്ട്രോഫോററ്റിക്കലി സെപ്പറേറ്റ് ചെയ്യും. ഇലക്ട്രോഫോററ്റിക് സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ സൈസ് അനുസരിച്ചിട്ടുള്ള സെപ്പറേഷൻ ആണ്. അത് കഴിഞ്ഞാൽ ഈ ഇലക്ട്രോഫോറസിസ് നടത്തിയ ജെല്ലിന്ന് RNA-നെ ഒരു മെംബ്രെയിനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. എന്നിട്ട് അതിനകത്തേക്ക് ഇമ്മൊബിലൈസ് ചെയ്യണം, സദേൺ ബ്ലോട്ടിങ്ങിൽ ചെയ്ത പോലെ. പക്ഷെ ഇവിടെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ സദേൺ ബ്ലോട്ടിങ്ങിൽ DNA ബ്ലോട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തത് നൈട്രോ സെല്ലുലോസ് പേപ്പർ ആണെങ്കിൽ നോർത്തേൺ ബ്ലോട്ടിങ്ങിൽ അത് യൂസ് ചെയ്യില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ RNA നൈട്രോ സെല്ലുലോസിൽ ബൈൻഡ് ചെയ്യില്ല. സോ അതിന് പകരം ഒന്നുകിൽ നൈലോൺ മെംബ്രെയിൻ അല്ലെങ്കിൽ ഡയാസോ ബെൻസൈൽ ഓക്സിമീഥൈൽ പേപ്പർ ആണ് യൂസ് ചെയ്യുക. അപ്പോൾ ജെല്ലിൽ ട്രാപ്പ് ചെയ്തിട്ടുള്ള RNA മോളിക്യൂൾസ് ആസ് സച്ച് അതേ പാറ്റേൺ, അതേ ഡിസ്ട്രിബ്യൂഷനിൽ പാറ്റേൺ ഒന്നും ഡാമേജ് ആകാതെ അതേപോലെ തന്നെ ഈ നൈലോൺ മെംബ്രെയിൻ അല്ലെങ്കിൽ ഡയാസോ ബെൻസൈൽ ഓക്സിമീഥൈൽ പേപ്പറിലേക്ക് ട്രാൻസ്ഫർ ആവും. അത് കഴിഞ്ഞാൽ പിന്നെയുള്ള സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ യൂഷ്വലി സദേൺ ബ്ലോട്ടിംഗ് ചെയ്തതുപോലെ തന്നെ ഈ RNA മെംബ്രെയിനിലേക്ക് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഇമ്മൊബിലൈസ് ചെയ്യും. എങ്ങനെ? ബേക്കിംഗ് വഴി. നമ്മൾ സദേൺ ബ്ലോട്ടിങ്ങിൽ കണ്ട പോലെ തന്നെ ഇതിനെയും വാക്യൂം ഓവനിൽ ബേക്ക് ചെയ്യും. അപ്പോൾ RNA അത് പെർമനന്റ്ലി അതിനകത്തേക്ക് ഇമ്മൊബിലൈസ് ആവും. പിന്നെ ഇനി എന്താണ്, നമുക്ക് പ്രോബ് ആഡ് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് ഈ RNA-ൽ ഒരു പെർട്ടിക്കുലർ സീക്വൻസ് ഉണ്ടോ എന്ന് നമുക്ക് അറിയണം. അപ്പൊ അതിന് കോംപ്ലിമെന്ററി ആയിട്ടുള്ള പ്രോബ് നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഐദർ റേഡിയോ ലേബിൾഡ് അല്ലെങ്കിൽ ഫ്ലൂറസെന്റ്ലി ലേബിൾഡ് ആയിട്ടുള്ളത്. നമുക്ക് ഏത് സീക്വൻസ് ആണോ കണ്ടുപിടിക്കുന്നത് അതിന് കോംപ്ലിമെന്ററി ആയിട്ടുള്ള പ്രോബ് നമ്മൾ നമ്മുടെ കയ്യിലുണ്ട്, കിറ്റിലുണ്ട്. എന്നിട്ട് ആ പ്രോബുള്ള സൊല്യൂഷനിലേക്ക് നമ്മൾ ഈ മെംബ്രെയിൻ ഇമേഴ്സ് ചെയ്യും, ഇൻക്യുബേഷൻ ചെയ്യും, വാഷ് ചെയ്യും. അപ്പോൾ ബൈൻഡ് ചെയ്യാത്ത പ്രോബൊക്കെ വാഷ് ചെയ്ത് പോവും, ബൈൻഡ് ചെയ്ത പ്രോബ് അവിടെ തന്നെ ഇരിക്കും. ഇനി ഈ മെംബ്രെയിൻ എന്ത് ചെയ്യും? അതിനെ പ്രോബ് ബൈൻഡ് ചെയ്തിട്ടുള്ള മെംബ്രെയിൻ ഡ്രൈ ചെയ്ത് എക്സ്പോസ് ചെയ്ത് അനലൈസ് ചെയ്യും. ഒന്നുകിൽ ഫ്ലൂറസെൻസ് ഉണ്ടോ എന്ന് നോക്കും, അല്ലെങ്കിൽ ഓട്ടോ റേഡിയോഗ്രഫി ചെയ്ത് നോക്കും. അതായത് എന്താണോ നമ്മൾ ഉപയോഗിച്ച പ്രോബ്, എന്ത് തരം ലേബലിംഗ് ആണോ ചെയ്തത്, റേഡിയോ ലേബലിംഗ് ആണെങ്കിൽ ഓട്ടോ റേഡിയോഗ്രഫി ചെയ്യും, ഫ്ലൂറസെന്റ് ലേബലിംഗ് ആണെങ്കിൽ ഫ്ലൂറസെൻസ് ഉണ്ടോ എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യും. അപ്പോൾ ഈ രീതിയിലാണ് നമ്മളൊരു ജീൻ ഓഫ് ഇൻട്രസ്റ്റ് RNA-ൽ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുന്നത്. പിന്നെ സാധാരണഗതിയിൽ RNA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെല്ലിൽ എങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നത്? ട്രാൻസ്ക്രിപ്റ്റുകളായിട്ട്. അതായത് DNA ആണ് നമ്മുടെ ജീൻ, അതിൽ നിന്ന് ട്രാൻസ്ക്രിപ്ഷൻ വഴി ഉണ്ടാവുന്ന RNA-കൾ. അപ്പം മിക്കവാറും ട്രാൻസ്ക്രിപ്റ്റുകളായിട്ടാണ് നമുക്ക് RNA കിട്ടുക. അപ്പോൾ ഇവിടെ നമ്മൾ ഇലക്ട്രോഫോറസിസ് ചെയ്തതിന് ശേഷമാണ് നോർത്തേൺ ബ്ലോട്ടിംഗ് ചെയ്യുന്നത്. അപ്പൊ ഇലക്ട്രോഫോററ്റിക് സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ സൈസ് അനുസരിച്ചിട്ടുള്ള സെപ്പറേഷൻ ആണ്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഏത് സൈസ് ഉള്ള RNA-ലാണ് ഈ പെർട്ടിക്കുലർ സീക്വൻസ്, ഇതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ സൈസും കണ്ടുപിടിക്കാൻ പറ്റും, അതേപോലെ എത്രമാത്രം അബണ്ടന്റ് ആയിട്ട് ഈ RNA ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം അബണ്ടൻസ് കൂടുന്നതനുസരിച്ച് ഈ ജെല്ലിലെ ബാൻഡിന്റെ തിക്നെസ് കൂടും. ഇപ്പോൾ ഒരു 10,000 മോളിക്യൂള് അടിഞ്ഞുകൂടി ഒരു ബാൻഡ് ഉണ്ടാവണേക്കാട്ടിലും കുറച്ചുകൂടി വീതിയുള്ള ബാൻഡ് ആയിരിക്കും ഒരു 1,00,000 മോളിക്യൂൾസ് അടിഞ്ഞുകൂടി കഴിഞ്ഞാൽ. അപ്പോൾ ബാൻഡിന്റെ തിക്നെസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് എവിടെയാണോ ഈ കളർ ഡെവലപ്പ് ചെയ്യുന്നത്, എവിടെ നിന്നാണോ സിഗ്നൽ വരുന്നത്, ആ സിഗ്നൽ തരുന്ന ബാൻഡ് വളരെ തിക്കാണെങ്കിൽ അതിന്റെ അർത്ഥം അതിനകത്ത് നിറയെ RNA മോളിക്യൂൾസ് ഉണ്ടെന്നാണ്. അപ്പൊ നമുക്ക് RNA മോളിക്യൂൾസിന്റെ അബണ്ടൻസും കണ്ടുപിടിക്കാൻ പറ്റും. ആ ബാൻഡ് ആ ബാൻഡിലുള്ള മോളിക്യൂൾസ് ഏത് സൈസാന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയാലോ. അപ്പോൾ അതും നമുക്ക് കണ്ടുപിടിക്കാം പറ്റും. സൈസ് ഓഫ് RNA അതേപോലെ തന്നെ അബണ്ടൻസ് ഓഫ് RNA കണ്ടുപിടിക്കാനായിട്ട് ഈ നോർത്തേൺ ബ്ലോട്ടിംഗ് ടെക്നിക് നമ്മൾ യൂസ് ചെയ്യും. നോർത്തേൺ ബ്ലോട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം പ്രോബൊക്കെ ആഡ് ചെയ്തിട്ട്. അപ്പോൾ നമുക്കൊരു ജീനിന്ന് ഉണ്ടാകുന്ന mRNA ട്രാൻസ്ക്രിപ്റ്റുകളുടെ വ്യത്യാസങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ടെക്നിക്ക് വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. സോ northern blotting is used for blotting out RNA when southern blotting is used for blotting out DNA. അപ്പോൾ സദേൺ ബ്ലോട്ടിങ്ങിന് എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ട്? ഒന്നാമത്തെ കാര്യം, സദേൺ ബ്ലോട്ടിങ്ങിൽ DNA ആണ്.
അപ്പൊ ജെല്ലില് ഉള്ള DNA നമ്മൾ ആദ്യം ആൽക്കലൈൻ ട്രീറ്റ്മെന്റ് സോഡിയം ഹൈഡ്രോക്സൈഡ് ഉപയോഗിച്ച് ഡീനേച്ചർ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ബ്ലോട്ട് ചെയ്യുക. പക്ഷെ RNA കേസിൽ അങ്ങനെ ഒരു ആവശ്യമില്ല, കാരണം RNA ഓൾറെഡി സിംഗിൾ സ്റ്റാൻഡേർഡ് ആണ്. പക്ഷെ ചില കേസസിലൊക്കെ സെല്ലിലുള്ള RNA ചിലപ്പോൾ ചില സെക്കൻഡറി സ്ട്രക്ചർ ഒക്കെ എടുക്കാറുണ്ട്. ലൂപ്പ് പോലത്തെ സാധനങ്ങളൊക്കെ സെൽഫായിട്ട് ബേസ് പെയർ ചെയ്തിട്ട് ലൂപ്പുകളൊക്കെ ഫോം ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള കേസിലൊക്കെ നമ്മളത് ഡീനേച്ചർ ചെയ്ത് എടുക്കേണ്ടി വരും. ഇപ്പൊ ഡബിൾ ഹെലിക്കൽ ആയിട്ടുള്ള റീജിയൻ ഒക്കെ ചിലപ്പോൾ RNA-കളിൽ ഉണ്ടാകും, ചില RNA-കൾക്ക്. ആ കേസിൽ മാത്രമേ നമ്മൾ ഡീനേച്ചർ ചെയ്ത് എടുക്കണ്ടൂ. അതിന് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുക ഡീനേച്ചർ ചെയ്യാനായിട്ട് RNA-യുടെ ഇങ്ങനത്തെ സെക്കൻഡറി സ്ട്രക്ചേഴ്സിനെ ഡീനേച്ചർ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഏജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലയോക്സാൽ, മീഥൈൽ മെർക്കൂറിക് ഹൈഡ്രോക്സൈഡ്, യൂറിയ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ വ്യത്യാസങ്ങൾ ഇതൊക്കെയാണ് സദേൺ ബ്ലോട്ടിങ്ങിന്. അതായത് നൈട്രോസെല്ലോസ് മെംബ്രെയിൻ ഇവിടെ ഉപയോഗിക്കില്ല, ബിക്കോസ് RNA അതിനകത്ത് അബ്സോർബ് ആവില്ല. രണ്ടാമത്തത് നമുക്ക് മിക്കവാറും ഒരു ഡീനേച്ചറേഷൻ സ്റ്റെപ്പ് ഒഴിവാക്കാനായിട്ട് പറ്റും. സെക്കൻഡറി സ്ട്രക്ചർ ഉള്ള RNA ആണെങ്കിൽ മാത്രമേ ഡീനേച്ചറേഷൻ നമുക്ക് ആവശ്യം വരുള്ളൂ. ഇതാണ് നോർത്തേൺ ബ്ലോട്ടിംഗ്.